Hi friends, welcome back to Don't Learn English Live It. I'm Vijay Kumar. Every year you are taught parts of speech again and again. Still confused? Let's understand them once and for all through this sentence I wrote myself. Read the sentence first. Wow, it's little Sam's habit to regularly feed his dear pets in the morning and evening with fish before he eats. All the parts of speech are there in this sentence. നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ലെറ്റ്സ് സീ ഹൗ ഈച്ച് വേർഡ് ഫങ്ഷൻസ്. ഓരോ വാക്കും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നോക്കാം. നോക്കൂ, before that I would like to tell you that there are 9 parts of speech in modern English. In traditional English there are only 8. നോക്കൂ, ഡിറ്റർമിനർ എന്നൊരു ഗ്രൂപ്പ് വേർഡ്സ് കൂടി ഇതിനകത്ത് ഒരു പേര് കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നോക്കുള്ളൂ, സേ നമ്മളിപ്പോൾ ഇതിലെ വേർഡ്സ് വി ആർ ഗോയിങ് ടു ടേക്ക് the words one by one, used in this sentence one by one. The first one is va. Va. നോക്കൂ, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് ഇവിടെ, അല്ലേ? നോക്കൂ, അപ്പോൾ this is an interjection. It expresses sudden feeling. ഉണ്ടല്ലോ, പെട്ടെന്നുള്ള വികാരങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു വേർഡ് എന്നുള്ള നിലയിലാണ് ഇന്റർജെക്ഷൻ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്പ്രസസ് സഡൻ ഫീലിംഗ്സ്. See the next word, it. It is a pronoun, you know. It. നമ്മളിപ്പോ the cat is sitting on the table എന്ന് പറഞ്ഞു. ഇനി ആ കാറ്റിനെ പറ്റി അത് എൻ്റെ കാറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് എന്ത്? ഇറ്റ്സ് മൈ കാറ്റ്. അപ്പോൾ ദി കാറ്റിന് പകരം നമ്മൾ ഇറ്റ് യൂസ് ചെയ്തിരിക്കുന്നു, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പ്രൊനൗൺ ആണ്, റീപ്ലേസസ് ഇൻ നൗൺ. ദി കാറ്റിന് പകരം നമ്മൾ ഇറ്റ് യൂസ് ചെയ്തപ്പോൾ നോക്കൂ, അത് പ്രൊനൗൺ ആണ്. ആൻഡ് ദെൻ ഈസ്. ഈസ് ഇസ് എ വെർബ്, യു നോ. ഈസ് ഒരു വെർബാണ്. അത് എന്ത് വെർബാണെന്ന് അറിയാം? സ്റ്റേറ്റീവ് വെർബാണ്. ഒരു വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ മാത്രമല്ല, ഷോസ് ആക്ഷൻ ഓർ സ്റ്റേറ്റ്, അല്ലെ? 2 ടൈപ്സ് ഓഫ് വെർബ്സ് ഉണ്ട് തീർച്ചയായിട്ടും. ഇനി അടുത്തത് നോക്കൂ, ഇറ്റ്സ് ലിറ്റിൽ സാംസ് ഹാബിറ്റ്. അതിൽ നമുക്ക് എന്താ നോക്കുക? ലിറ്റിൽ. ലിറ്റിൽ ഈസ് an adjective. Little ഒരു adjective ആണ്. It describes the noun Sam. But you see Sam is here a possessive noun ആണ്. നോക്കൂ, സാംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സാംസ് ഹാബിറ്റ്. ആരുടെ ഹാബിറ്റ്? സാംസ് ഹാബിറ്റ്. അപ്പൊ ഹാബിറ്റ് എന്ന നൗണിനെ ഇതെന്ത് ചെയ്യുകയാണ്? നോക്കൂ, ഇത് ലിമിറ്റ് ചെയ്യുകയാണ്. ആരുടെ ഹാബിറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഡിറ്റർമിനർ ആണ്. ദിസ് ഈസ് എ ഡിറ്റർമിനർ. അപ്പൊ ഹിസ് ഹാബിറ്റ് എന്ന് പറഞ്ഞാലോ, ഇല്ലെങ്കിൽ മൈ ഹാബിറ്റ് എന്ന് പറഞ്ഞാലോ, അവിടെ നോക്കൂ, ഹാബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ പറഞ്ഞതുപോലെ ലിമിറ്റ് ചെയ്യുകയാണ്. ആരുടേതെന്ന് പറയുകയാണ്, അല്ലെ? അങ്ങനെയുള്ള വേർഡ്സിനെയാണ് സാധാരണ നമ്മൾ ഡിറ്റർമിനർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സാംസ് ഈസ് എ ഡിറ്റർമിനർ. ഹാബിറ്റ്, യുനോ, അത് അതിന്റെ പേരാണ്, അല്ലെ? ഹാബിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാബിറ്റ് എന്ന്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതൊരു നെയിമാണ്. സോ ഇറ്റ്സ് എ നൗൺ, അല്ലെ? അത് തീർച്ചയായിട്ടും ഒരു നൗൺ ആണ്. ആൻഡ് ദെൻ നമുക്ക് ഇവിടുത്തെ വെർബ് ടു ഫീഡ് ആണ്. ടു ഫീഡ്. ടു ഫീഡ് ഈസ് എ വെർബ്. ഇറ്റ്സ് എൻ ആക്ഷൻ വെർബ്, യുനോ. അതൊരു ഇൻഫിനിറ്റീവ് ആണ്, അല്ലെ? അതൊരു വെർബാണ്. വെർബ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആക്ഷൻ കാണിക്കുകയാണ്. ഇനി റെഗുലർലി എന്നുള്ള വാക്കുണ്ട്, അല്ലെ? ഫീഡിനെ അത് മോഡിഫൈ ചെയ്യുകയാണ്. നമുക്ക് അതുകൊണ്ട് adverb ആണ്. It tells how, when, where and how often something happens. നമുക്ക് ഇത്രയാണ് അത് വിവരിക്കുന്നത്. It tells how, when, where and how often something happens. ഒരു കാര്യം എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, എവിടെ നടന്നു, അല്ലെ? നോക്കൂ, എന്നൊക്കെ പറയുന്ന വേർഡ്സ് ആണത്. അത് വേർബിനെ യഥാർത്ഥത്തിൽ മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു adverb ആണ്. Then അടുത്തത് റെഗുലർലി. ഫീഡ് കഴിഞ്ഞു. ഫീഡ് ഇസ് എ വെർബ്, ആക്ഷൻ വെർബ് ആണ്. ഹിസ് ഡിയർ പെറ്റ്സ്, യു നോ, ഹിസ് അഗൈൻ എ ഡിറ്റർമിനർ. അതൊരു ഡിറ്റർമിനർ ആണ്. ഇനി ഡിയർ. ഡിയർ പെറ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അല്ലെ? എങ്ങനെയുള്ള പെറ്റ്സ്? ഡിയർ പെറ്റ്സ് ആണ്. സോ ഡിയർ ഇസ് എൻ adjective. Then അടുത്തത് പെറ്റ്സ്, വീണ്ടും ഒരു പ്ലൂറൽ നൗൺ ആണ്. പെറ്റ്സ്. Then in is a preposition, അല്ലെ? നോക്കൂ, ഇവിടെ preposition കൊടുത്തിട്ടുണ്ട്. എന്താണ് ഒരു preposition എന്ന് പറഞ്ഞാൽ? ഒരു വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. preposition ഒരു വാക്കുമുണ്ട്, ഒന്നിലധികം വാക്കുകളുണ്ട്. നോക്കൂ, such as in, from,
to, out of, on behalf of, നോക്കൂ, to show place, position, time or method. സാധാരണ preposition വരുന്നത്, സാധാരണ എല്ലാ preposition വരുന്നത് ഒരു നൗണിന് മുമ്പാണ്. നാമങ്ങൾക്കും ഇല്ലെങ്കിൽ പ്രൊനൗണും ആകാം, അതിന് മുന്നിലാണ്. ഇനി prepositionന് മുന്നിൽ വരുന്ന വാക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, മോസ്റ്റ് ഓഫൺ വരുന്നത് മറ്റൊരു noun ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു verb ആയിരിക്കും, അല്ലെങ്കിൽ ഒരു adjective ആയിരിക്കും. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവയെ ഒരു നൗണുമായിട്ട് കണക്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു preposition ചെയ്യുന്നത്, അല്ലെ? നൗണിന് മുന്നിൽ വരുന്നതുകൊണ്ടാണ് preposition എന്നൊരു വാക്ക്, അതിന് preposition എന്നൊരു വാക്ക് അതിന് കിട്ടുന്നത്, അർത്ഥം അല്ലെ, പേര് അതിന് കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കൂ, in the morning, the again, the എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനർ ആണ്, അല്ലെ? ഇറ്റ്സ് എ ഡിറ്റർമിനർ. ആൻഡ് ദെൻ മോർണിംഗ്, യു നോ, മോർണിംഗ് അതിന്റെ പേരാണല്ലോ, അപ്പൊ നെയിം നൗൺ ആണ്. ആൻഡ് നോക്കൂ, ആൻഡ് ഇസ് എ കൺജങ്ഷൻ. രാമ ആൻഡ് കൃഷ്ണ, അവിടെ രണ്ട് വാക്കുകളെ യോജിപ്പിക്കുകയാണ്, അല്ലെ? രാമ ആൻഡ് കൃഷ്ണ. അപ്പോൾ ആൻഡ് അവിടെ ഒരു കൺജങ്ഷൻ തന്നെയാണ്. രണ്ട് വേർഡ്സിനെ ആകാം, രണ്ട് ഫ്രേസ് ആകാം, രണ്ട് ക്ലോസ് ആകാം, അല്ലെ? ഇതിനെയൊക്കെ യോജിപ്പിക്കുന്ന, ഇവിടെ നോക്കൂ, മോർണിംഗ് ആൻഡ് ഈവനിങ് ആണ്. അപ്പൊ രണ്ട് വാക്കുകളെ യോജിപ്പിക്കുകയാണ്, മോർണിംഗ്, ഈവനിങ്. സോ ദിസ് ഇസ് എ കൺജങ്ഷൻ. മനസ്സിലായല്ലോ? നോക്കൂ, ഇതൊരു കൺജങ്ഷൻ ആണ്. ഇനി ഈവനിങ് ആയി, ഈവനിങ് വീണ്ടും നൗൺ ആണ്. വിത്ത് ഫിഷ്, വിത്ത് എന്ന് പറയുന്നത് ഒരു മീൻസ് ആണ്, ഒരു മെത്തേഡ് ഓർ മീൻസ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ്, മീനാണ് കൊടുക്കുന്നത്, അല്ലെ? നോക്കൂ, അപ്പൊ വിത്ത് ഈസ് എ പ്രിപ്പോസിഷൻ, ഇതൊരു പ്രിപ്പോസിഷൻ ആണ്. ഫിഷ് അഗെയിൻ നൗൺ ആണ്. ഇനി ബിഫോർ ഹി ഈറ്റ്സ്, നോക്കൂ, ബിഫോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺജങ്ഷൻ, വീണ്ടും ഒരു കൺജങ്ഷൻ ആണ്. സോ ബിഫോർ ഈസ് എ കൺജങ്ഷൻ. നോക്കൂ, ഇത് ആൻഡ് ഈവനിങ് വിത്ത് ഫിഷ് ബിഫോർ ഹി ഈറ്റ്സ് ആണ്. നോക്കൂ, ഹി ഈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആണ്, അതുകൊണ്ട് ബിഫോർ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റർ ആണ്, ഇവിടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. സോ എനിവേ ഇറ്റ്സ് എ കൺജങ്ഷൻ. ആൻഡ് അഗെയിൻ ഹി ഈസ് എ പ്രൊനൗൺ. നോക്കൂ, ഈറ്റ്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ആക്ഷൻ വേർബ് ആണ്, അല്ലെ? ഹി ഈറ്റ്സ് ഒരു സിംഗുലർ വേർബ് ആണിത്, സെർച്ച് ചേർന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത്രയുമാണ്, നോക്കൂ, പാർട്സ് ഓഫ് സ്പീച്ച്. മനസ്സിലാക്കിയിട്ടുണ്ടാവല്ലോ? നോക്കൂ, ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന ഒരു വാചകമാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, സീ ഹൗ ഈച്ച് വേർഡ് ഫങ്ഷൻസ് ഇൻ ദിസ് സെന്റൻസ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നോക്കൂ, ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ വേർഡും എന്താണെന്നും അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നും മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? സോ പ്രാക്ടീസ് ഇറ്റ്. So that's all in this video. And if you found it useful, don't forget to like, subscribe, share and comment. Thank you.